ഹായ്, അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബില്യൺ ഡേയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോൺ 15 ആയിരിക്കും. കാരണം ഐഫോൺ 13, 14 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ 14 വരുന്നില്ല. പക്ഷേ 15 ഈ സമയത്താണ് നല്ലൊരു അപ്ഗ്രേഡ് വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 16 ഇറങ്ങിയാലും വലിയ അപ്ഗ്രേഡ് 16 വരുന്നില്ല. സോ എന്തുകൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോണാണ് ഐഫോൺ 15 എന്ന് പറഞ്ഞത്. ഇപ്പം റീസെൻ്റായിട്ട് 2-3 വർഷത്തൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങിയതിലൊരു ബെസ്റ്റ് നോൺ പ്രോ മോഡൽ എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ 15 ആണ്. സോ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പ്രൈസ് ഇതുവരെ ഫ്ലിപ്കാർട്ട് റിവീൽ ചെയ്തിട്ടില്ല. എന്നാലും ഒരു ഓൾമോസ്റ്റ് പ്രൈസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡൽ, അതായത് 128 GB മോഡൽ അറൗണ്ട് ഒരു 49,000 ആ റേഞ്ചൊക്കെ തന്നെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് എഫക്റ്റീവ് പ്രൈസാണ്, അതായത് ബാങ്ക് ഓഫറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പം HDFCയുടെ ബാങ്ക് കാർഡ്സിലാണ് ഓഫേഴ്സ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. അപ്പം കാർഡ്സൊക്കെ ആരെങ്കിലും കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചോളൂ ഫോൺ വാങ്ങാൻ വേണ്ടി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ. സോ എന്തായാലും ഒരു 50,000, 55,000 ആ ഒരു പ്രൈസിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റീവ് പ്രൈസ് വരാൻ വേണ്ടി പോകുന്നത്. സോ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു പ്രൈസ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു പ്രൈസ് പോയിന്റിൽ ഐഫോൺ കിട്ടുവാണെങ്കിൽ മെയിൻലി ഞാൻ പറയുന്നത് കുറച്ചും കൂടി കൂടുതൽ കൊടുത്തിട്ട് ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് വരും. 256 GB വേരിയൻറ്റ് നല്ല പ്രൈസ് കൂടുതലാണ്. എന്നാൽ പോലും അതെടുക്കുകയാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം 128 എടുത്തു കഴിഞ്ഞാൽ മെയിൻലി സ്റ്റോറേജ് കുറവായിരിക്കും. കാരണം ഇപ്പം ഒന്നാമതേ നല്ല ക്യാമറ 4K തന്നെ ഒരു വീഡിയോ അല്ലെങ്കിൽ 48 MB ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം 128 ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോറേജ് അവർക്കൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പം ഇനി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ പ്രൈസ് അധികം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ 256 GB എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, നിങ്ങളുടെ പോലെ എടുക്കാം. അപ്പം മെയിൻലി അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഐഫോൺ 15 ഈ ഒരു 2024 എടുക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. കാരണം ഒന്നാമത് ഐഫോൺ 15 തൊട്ടാണ് Type-C പോർട്ട് കൊണ്ടുവന്നത്. 14 13 അങ്ങോട്ടൊന്നുമില്ല. 15 സീരീസ് തൊട്ടാണ് ഈ പറയുന്ന Type-C പോർട്ട് കൊണ്ടുവന്നത്. സോ ലൈറ്റ്നിങ് പോർട്ടിൻ്റെ ഒക്കെ തന്നെ യുഗമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അങ്ങോട്ടേക്കൊക്കെ തന്നെ Type-C പോർട്ടാണ്. സോ അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് 15 എടുക്കാനുള്ള മെയിൻ റീസൺ ഒന്ന് അതാണ്. പിന്നീട് ഡൈനാമിക്കിൻ്റെ ഐലൻഡ് വന്നു. അതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നോച്ച് ഒഴിവാക്കിയിട്ട് ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇപ്പോൾ 16 അത് തന്നെയാണ്. സോ ഫ്രണ്ട് വൈസ് ആണെങ്കിൽ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഫോൺ മോഡലാണ് 15 എന്ന് പറഞ്ഞത്. ബാക്ക് ഡിസൈൻ പുതുതായിട്ട് ഇറങ്ങിയ സമയം 16 ക്യാമറയുടെ ആ ഒരു അലൈൻമെൻ്റ് ഒക്കെ തന്നെ മാറിയിട്ടുണ്ട്. എന്നാൽ പോലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ഇതിന് വരുന്നുണ്ട്. ബാക്ക് മാറ്റ് ഫിനിഷ് ആണ്, നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അങ്ങനെ ഡിസൈനെ പറ്റി അങ്ങനെ പഴയത് നമുക്ക് തോന്നത്തൊന്നുമില്ല. ഇപ്പോൾ 13 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലോസി ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫീൽ അതിന് കിട്ടുന്നില്ല ലുക്ക് വൈസ്. അപ്പം ഇത് 15 ആണെങ്കിൽ ആ ഒരു പ്രീമിയം ലുക്ക് ഇതെന്തായാലും കിട്ടുന്നുണ്ട്. സോ അത് മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നീട് Type-C പോർട്ട് വന്നു, അത് രണ്ടാമത്തെ മെയിനായിട്ട് കാര്യമാണ്. പിന്നെ ഡൈനാമിക് ഐലൻഡ് വന്നു. സോ ഇതൊക്കെ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീട് ക്യാമറ ഒരുപാട് നല്ല ബെസ്റ്റ് ക്യാമറ തന്നെയാണ് ഇതിന് വരുന്നത്. 48 MB ആണ് മെയിൻ ക്യാമറ കൊടുത്തിട്ടുള്ളത്. സോ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ തന്നെയാണ്. വീഡിയോ ആണെങ്കിലും വ്ളോഗിംഗ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. പിന്നീട് പെർഫോമൻസ് Bionic 16 ആണ് കൊടുത്തിട്ടുള്ളത്. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും പറയാനില്ല, ഐഫോണാണ്. പിന്നീട് ഐഫോൺ 15 ആയതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ്, ആപ്പിളിൻ്റെ AI ഒന്നും ഇതിൽ കിട്ടില്ല. 15 Pro ആ ഒരു മോഡൽ മാത്രമേ കിട്ടുള്ളൂ. നോ പ്രോ ആയിട്ടുള്ള 15 ആപ്പിളിൻ്റെ AI എന്നുള്ള സംഭവമൊന്നും ഇതിൽ വരില്ല. സോ അത് ഇതിനില്ല. 16 തൊട്ട് മാത്രമേ ആ ഒരു ഫീച്ചർ കൊടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള പരിപാടികൾ AI ഫീച്ചേഴ്സൊന്നും ഇതിൽ കിട്ടില്ല. ബാക്കി ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ബാറ്ററി ലൈഫും അത്യാവശ്യം ഒരു 1 day ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയ ബാറ്ററി ലൈഫൊന്നും നോൺ പ്രോയിലൊന്നും കിട്ടാറില്ല. പ്ലസ്സിൽ കിട്ടും. ഐഫോൺ 15 പ്ലസ്സിൽ നല്ല ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. പക്ഷേ 15 അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഒരു 1 day ഒക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നേ ഉള്ളൂ. ഹെവി യൂസൊക്കെ ആണെങ്കിൽ 1 day ഒന്നും കിട്ടുമൊന്നുമില്ല. എല്ലാത്ത രീതിയിലാണ് 1 day ഒക്കെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഐഫോൺ 15 ഒരു ബെസ്റ്റ് ഡീലാണ്. ഇപ്പം നിങ്ങൾ ഐഫോൺ 13, 14 ഇപ്പം ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 14 ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൈസ കൊടുത്തിട്ട് 15 എടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് അധികം വരുന്നുണ്ട് 14 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ബട്ട് പുതിയ 16 ആയിട്ട് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് അങ്ങനെ ചെറിയ ക്യാമറ ബട്ടണും അങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രമേ 16 പുതുതായിട്ട് വന്നിട്ടുള്ളൂ.
അപ്പം അങ്ങനെ 15 കുറച്ചും കൂടെ ബെറ്റർ, അല്ലെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിന് കിട്ടുവാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു വേർത്ത് ആയിട്ടുള്ള ഒരു ഡീലാണ് iPhone 15 എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.